അക്കൗണ്ടൻസി എക്സാമിന് എളുപ്പത്തിൽ എങ്ങനെ 10 മാർക്ക് വാങ്ങാം? വെൽക്കം ടു എജുബോർഡ്. ലിബാൻ സാറാണ്. നിങ്ങളുടെ +1 അക്കൗണ്ടൻസിയുടെ എല്ലാ വർഷത്തെ ഫൈനൽ എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജേണൽ എൻട്രിയുടെ ചോദ്യങ്ങൾ. ഒന്നെങ്കിൽ ജേണൽ എൻട്രി എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ അത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും, ഫിൽ ചെയ്യുന്ന ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കും. ഇനി അതൊന്നും അല്ലെങ്കിലും ഈ ചോദ്യം ചോദിച്ചാലും ഇല്ലെങ്കിലും ഫൈനൽ അക്കൗണ്ട്സിലെ അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രീസ് എന്ത് ചെയ്യും? എക്സാമിന് ചോദിക്കും. അതിനോടൊപ്പം തന്നെ റെക്ടിഫിക്കേഷൻ്റെ ചാപ്റ്ററിലെ റെക്ടിഫിക്കേഷൻ ജേണൽ എൻട്രീസ് ചോദിക്കും. മൊത്തം പറയുകയാണെങ്കിൽ 10 മാർക്കിലധികം ഈ ജേണൽ എൻട്രി മാത്രമായിട്ട് ചോദിക്കും. ഒരു ജേണൽ എൻട്രി എങ്ങനെ സിമ്പിളായിട്ട് എഴുതാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 10 ട്രാൻസാക്ഷൻസ് ഉണ്ട്. 2024 ഏപ്രിലിൽ നടന്ന 10 ട്രാൻസാക്ഷൻസ് ആണ്. സോ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ആദ്യം കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഓരോ ഇടപാടിനും ഏറ്റവും ചുരുങ്ങിയത് മിനിമം 2 എഫക്റ്റ് ഉണ്ടാകും. ആ എഫക്റ്റ്, ആ ഒരു ഇടപാടിൻ്റെ എഫക്റ്റ് എന്താ എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ക്യാഷ് കൊണ്ടുവരും അല്ലേ? ക്യാഷ് കൊണ്ടുവന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ക്യാഷ് ആരെ കൊണ്ടുവരുന്നത്? ഓണർ ആണല്ലേ. സോ ഓണർ കൊണ്ടുവരുമ്പോൾ അതെന്താ? അത് ക്യാപിറ്റൽ ആണല്ലേ, അത് ക്യാപിറ്റലാണ്. പിന്നെ ഇയാൾ ക്യാഷ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 2 ഐറ്റം കിട്ടി, ഒന്ന് ക്യാഷ് ആണ്, ഒന്ന് ക്യാപിറ്റൽ. ഉറപ്പാണ് ജേണൽ എൻട്രിയുടെ ക്വസ്റ്റ്യനിൽ മിക്കവാറും ചോദിക്കുന്നത് ഒന്ന് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷാണ്. പിന്നെ പർച്ചേസ്ഡ് ഗുഡ്സ്, പർച്ചേസ്ഡ് ഫർണിച്ചർ, ബാങ്ക് തുടങ്ങി, ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്. അതുപോലെ വിഡ്രോ ഫോർ ഓഫീസ് യൂസ്, വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്, സ്വകാര്യ ആവശ്യത്തിന് പണം പിൻവലിച്ചു, അല്ലെങ്കിൽ ബിസിനസിന്റെ ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചു. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് സാധാരണ ചോദിക്കാറുള്ളത്. സോ ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കോൺസെപ്റ്റ് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ കോൺസെപ്റ്റ് പഠിക്കാം. ഈ കോൺസെപ്റ്റ് പഠിക്കില്ലെങ്കിൽ ഇത് ജസ്റ്റ് കാണാപാഠം പഠിക്കുക. ഈ എൻട്രീസ് മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് വരുള്ളൂ. നോക്കാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ആകുമ്പോൾ ഒന്ന് ക്യാഷും ഒന്ന് ക്യാപിറ്റലാണ്. ക്യാഷ് കൂടുകയാണ്, ക്യാഷ് കൂടുമ്പോൾ അസറ്റ് കൂടുകയാണ്. സോ എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എത്ര എമൗണ്ട് ഉള്ളത്? നമ്മൾ 30,000 രൂപ വെച്ചിട്ടാണ് തുടങ്ങിയത്. സോ ഡെബിറ്റ് സൈഡിൽ 30,000, ക്രെഡിറ്റ് സൈഡിലും 30,000. നമ്മൾ ഈ ഒരു ഫോർമാറ്റ് തന്നെ കീപ്പ് ചെയ്യണം. എന്താണ്? ഡേറ്റ് എഴുതുക. ഡേറ്റ് 1 ഏപ്രിൽ 24. ഡെബിറ്റ് ടു ഡെബിറ്റ് ചെയ്ത ഐറ്റത്തെ ആദ്യം റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന എഴുതുക. എന്നിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റത്തിനെ കുറച്ച് വലത്തോട്ട് മാറ്റാം കേട്ടോ, 2. എന്നിട്ട് കുറച്ച് വലത്തോട്ടേക്ക് മാറ്റിയിട്ട് അവിടെ 2 കൊടുക്കുക. എന്നിട്ട് ആ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിനെ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് അക്കൗണ്ട് എഴുതുക. ഡെബിറ്റിന്റെ സൈഡിൽ എമൗണ്ട്, ക്രെഡിറ്റിന്റെ സൈഡിൽ എമൗണ്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളിവിടെ നരേഷൻ കൊടുക്കണം. സോ നരേഷൻ കൊടുക്കാൻ ഇവിടെ സ്പേസ് ഇല്ല. നരേഷൻ എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കാം. എന്താ? സ്റ്റാർട്ടഡ് ബിസിനസ്. എന്താണ്? സ്റ്റാർട്ടഡ് ബിസിനസ്. BS കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഷോർട്ട് ആക്കിയാണ് കൊടുക്കുന്നത്, കാരണം സമയമില്ലാത്തതുകൊണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ നരേഷനും കൊടുക്കണം കേട്ടോ. രണ്ടാമത്തെ എന്താണ്? ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. കണ്ടോ? ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യുക? നമ്മൾ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ബാങ്ക് കൂടി, ബാങ്കിലെ പൈസ കൂടി, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്തിട്ടല്ലേ ബാങ്കിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഇവിടുന്ന് കുറഞ്ഞിട്ട് ബാങ്കിൽ കൂടി. അപ്പോൾ ബാങ്ക് കൂടുമ്പോൾ ബാങ്കിന് ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എത്ര എമൗണ്ട് ഉള്ളത്? 12,000 റുപ്പീസ്. സോ 12,000 രൂപ. എന്താണ്? സ്റ്റാർട്ടഡ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, സിമ്പിൾ. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സ്റ്റാർട്ടഡ് ബിസിനസ് എന്ത് ചെയ്യാം? അവിടെ എഴുതിയാൽ മതി. ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട്. ഇത് മാത്രം നരേഷനിൽ എഴുതിയാൽ മതി. നരേഷന് മാർക്ക് ഉണ്ട് കേട്ടോ. നരേഷനിലും എന്തുണ്ട്? മാർക്ക് ഉണ്ട്. നെക്സ്റ്റ് പർച്ചേസ്ഡ് ഫർണിച്ചർ. ഫർണിച്ചർ വാങ്ങി. ഫർണിച്ചർ വാങ്ങുമ്പോൾ ചെയ്യുന്നുണ്ട്? ഫർണിച്ചർ വരും അല്ലേ? നമ്മുടെ കയ്യിലേക്ക് ഫർണിച്ചർ വരും. സോ ഫർണിച്ചർ ഇൻക്രീസ് ചെയ്യുക. ഫർണിച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? ഡെബിറ്റ് ആണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഫർണിച്ചർ വാങ്ങുക? പൈസ കൊടുത്താലല്ലേ ഫർണിച്ചർ വാങ്ങാൻ പറ്റുള്ളൂ. സോ ഫർണിച്ചർ വാങ്ങുമ്പോൾ പൈസ കൊടുക്കണം. സോ ക്യാഷ് കുറഞ്ഞു, ഫർണിച്ചർ കൂടി. സോ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ്, ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. എന്നാണ്? 3/4/24. ഇത് 2/4/24. അപ്പം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം? എമൗണ്ട് എത്ര രൂപക്കാണ് വാങ്ങിയത്? 2,000 രൂപക്കാണ്. സോ 2,000 ഡെബിറ്റിലും 2,000 ക്രെഡിറ്റിലും എന്താണ്? പർച്ചേസ്ഡ് ഫർണിച്ചർ. ജസ്റ്റ് ഇവിടെ എഴുതിയാൽ മതി, പർച്ചേസ്ഡ് ഫർണിച്ചർ. അടുത്തത് എന്താ നോക്കാം. അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ്. കണ്ടോ? ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഫർണിച്ചർ, അസറ്റുകൾ, മെഷീനറി, കാറൊക്കെ വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ആ ഐറ്റത്തെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഗുഡ്സ് വാങ്ങിയാൽ അവിടെ എന്ത് ചെയ്യണം? പർച്ചേസിന്റെ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നിടത്ത് പർച്ചേസ് എന്ന് റെക്കോർഡ് ചെയ്യണം. എന്താണ്? പർച്ചേസ് എന്നാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. പർച്ചേസ് ടു എങ്ങനെയാണ് വാങ്ങിയത്? പർച്ചേസ് ചെയ്തത് എങ്ങനെയാണ്? പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ? ക്യാഷിനാണ് വാങ്ങിയിട്ടുള്ളത്. സോ 4-ാം തീയതി ഇവിടെ 4/4/24 പർച്ചേസ്ഡ് ടു ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. എത്ര രൂപക്കാണ് വാങ്ങിയത്? 10,000 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയുള്ളത്. സോ 10,000 ഡെബിറ്റ് സൈഡിലും
10,000 ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. എന്താ അവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്? പർച്ചേസ്ഡ് ഗുഡ്സ്. ഓക്കെ, അടുത്തത് എന്താ നോക്കാം. വിഡ്രോൺ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് എത്ര 6,000 രൂപ വിഡ്രോ ചെയ്തു. 5-ാം തീയതി 5/4/24 നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? നേരത്തെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ബാങ്കിന് ഡെബിറ്റും ക്യാഷിന് ക്രെഡിറ്റും ആണ്. സോ ഇത് നേരെ ഓപ്പോസിറ്റാണ്. അതിന് നേരെ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് പൈസ വലിക്കുമ്പോൾ ക്യാഷ് കയ്യിലെത്തും. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു എവിടുന്നാണ് ക്യാഷ് എത്തിയത്? ബാങ്കിൽ നിന്നാണ്. ടു ബാങ്ക് അക്കൗണ്ട് ആണ്. സോ എന്താണ് ഇവിടെ എമൗണ്ട് വരുന്നത്? 6,000 6,000 രൂപയാണ്. അപ്പോൾ 6,000 ഡെബിറ്റ് സൈഡിലും 6,000 ക്രെഡിറ്റ് സൈഡിലും എഴുതാം. എന്നിട്ട് എന്ത് ചെയ്താം? വിഡ്രോൺ ഫ്രം ബാങ്ക്. സിമ്പിൾ. 5 എൻട്രി കഴിഞ്ഞു. ഇനി എന്താ? ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്. ഇതും സാധാരണ ചോദിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഗുഡ്സ് എന്ത് ചെയ്തു? വിറ്റു. ക്യാഷിനാണ് വിറ്റത്. അപ്പോൾ ക്യാഷ് വന്നു. സാധനം വിറ്റപ്പോഴാണ് ക്യാഷ് വന്നത്. സോ എന്ത് ചെയ്യണം? ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് കൂടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താണ്? ടു സെയിലിൻ്റെ കൂടെയാണ്. സോ 6/4/24 അല്ലേ? 6-ാം തീയതിയാണ് സംഭവം നടന്നിട്ടുള്ളത് അല്ലേ? യെസ്. അടുത്ത എന്താണ്? എമൗണ്ട് വരുന്നത് 8,000 ആണ്. സോ ഇവിടെ 8,000 ഡെബിറ്റ് സൈഡിലും 8,000 ക്രെഡിറ്റ് സൈഡിലും എന്താ കൊടുക്കേണ്ടത്? ക്യാഷ് സെയിൽസ് അല്ലെങ്കിൽ ക്യാഷ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യാം. അടുത്തത് ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. നേരത്തെ ഓഫീസ് യൂസിനാണ്, ഇവിടെ പേഴ്സണൽ യൂസിന്, അതായത് സ്വകാര്യ ആവശ്യത്തിനാണ്. അപ്പോൾ ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റൽ പിൻവലിക്കുമ്പോൾ അത് ഡ്രോയിങ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ക്യാഷ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. അങ്ങനെ വിഡ്രോവൽ നടക്കുകയാണെങ്കിൽ വിഡ്രോവൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. 7/4/24 ഡ്രോയിങ്സ് അക്കൗണ്ട്. എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ആണോ അല്ലെങ്കിൽ ബാങ്ക് ആണോ? ഇതാണ് ക്യാഷ് വിഡ്രോൺ. സോ ക്യാഷ് എത്ര എമൗണ്ട് ഉള്ളത്? എമൗണ്ട് ഉള്ളത് 500 രൂപ. വെറും 500 രൂപയേ ഉള്ളൂ. സോ 500 ഇവിടെയും 500 ഡെബിറ്റും ക്രെഡിറ്റ് സൈഡിലും. ഇതിവിടെ എന്ത് ചെയ്താം? വിഡ്രോവൽ ഓഫ് ക്യാഷ്. അടുത്ത എന്താ ഉള്ളത്? ഇതോടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം കേട്ടോ. ഗുഡ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ്. കണ്ടോ? ജഗൻ എന്ന് പറഞ്ഞ ആളെ കയ്യിൽ എന്ത് ചെയ്തു? സാധനം വാങ്ങി. കടത്തിനാ, ക്രെഡിറ്റിനാ. അപ്പം ക്യാഷിന് വാങ്ങുമ്പോൾ ക്യാഷിനാണ് എന്ത് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യേണ്ടത് അല്ലേ? പർച്ചേസ്ഡ് ഗുഡ്സ് ആണ്. അപ്പോൾ പർച്ചേസിന് ഡെബിറ്റ് ചെയ്യാം. ഇന്ന് 8-ാം തീയതി 8/4/24 എന്ത് ചെയ്തു? പർച്ചേസ് ആണ്. പക്ഷെ നേരത്തെ ക്യാഷിനാ പർച്ചേസ് ചെയ്തത്. അപ്പം പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ക്യാഷാണ് വരിക. പക്ഷെ ഇവിടെ ക്രെഡിറ്റിനാണ്. അപ്പോൾ ക്രെഡിറ്റിനാകുമ്പോൾ എന്ത് ചെയ്യണം? ആരെടുത്താണോ വാങ്ങിയത് അയാളുടെ പേര് എന്താണ്? ജഗൻ അക്കൗണ്ട് ചെയ്താൽ. ഇനി നമുക്ക് ആളെ പേര് തന്നിട്ടില്ല. പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റിനാണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റർ എന്ന് എഴുതിയാൽ മതി. എത്ര രൂപക്കാണ് വാങ്ങിയത്? 3,000 രൂപക്ക്. സോ 3,000 എന്ത് ചെയ്യുക? പർച്ചേസ്ഡ് ഗുഡ്സ്. ഈ നരേഷനൊക്കെ ഞാൻ ജസ്റ്റ് ഒരു ഒപ്പിക്കൽ രീതിക്ക് എഴുതിയിട്ടേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? അത് നല്ല വൃത്തിക്കായിട്ട് എഴുതണം. കാരണം ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഗുഡ്സ് സോൾഡ് ടു ദിനേഷ് ഓൺ ക്രെഡിറ്റ്. കണ്ടോ? നേരത്തെ ക്യാഷ് സെയിൽ, ഇത് എന്താ? ക്രെഡിറ്റ് സെയിലാ. അപ്പോൾ സെയിൽ ക്രെഡിറ്റ് ആണെങ്കിൽ എന്താ എന്ത് വരിക? ക്രെഡിറ്റിന് സെയിൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? നേരത്തെ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു അല്ലേ? സെയിൽസ് വരുമ്പോൾ എന്തുണ്ട്? ക്യാഷ് എവിടെ? ക്യാഷ് സെയിലായിരുന്നു. പക്ഷെ ഇത് ക്രെഡിറ്റ് സെയിലാ. അപ്പം ആർക്കാണോ വിറ്റത്? ദിനേശിനാണ്. അപ്പം എന്ത് ചെയ്യുക? ദിനേശിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ദിനേശ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താണ്? ടു സെയിൽസ്. എത്ര രൂപക്കാണ് സാധനം വിറ്റത്? 4,000 രൂപക്കാണ്. സോ 4,000. അപ്പം നരേഷ് എന്ത് കൊടുക്കണം? ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റ് സെയിൽസ്. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ലാസ്റ്റ് റിസീവ്ഡ് കമ്മീഷൻ ഇൻകം അല്ലേ? ഇൻകം അല്ലേ? കമ്മീഷൻ കിട്ടുമ്പോൾ ക്യാഷ് ആയിട്ടല്ലേ കിട്ടുക. സോ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു എങ്ങനെയാണ് കിട്ടിയത്? സെയിലാണോ? അല്ല, ടു കമ്മീഷൻ ആണ്. ടു കമ്മീഷൻ എത്ര? 200 രൂപ. സോ 200. ജാള് രണ്ട് സിമ്പിളാണ്, പക്ഷെ അത് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്ത് ചെയ്യണം? റിസീവ്ഡ് കമ്മീഷൻ അല്ലേ? റിസീവ്ഡ് കമ്മീഷൻ. കാരണം നമുക്ക് ആദ്യം എന്താണ്? 10/4/24 എന്തെങ്കിലും മറന്നു. ഡേറ്റ് എഴുതണം. ഡെബിറ്റ് ഐറ്റം ടു ഡെബിറ്റ് എഴുതണം. എമൗണ്ട് എഴുതണം. ടു ക്രെഡിറ്റ് എഴുതണം. എമൗണ്ട് എഴുതണം. നരേഷൻ എഴുതണം. ഒരു മാർക്ക് കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം? അപ്പം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഒരു ഐറ്റംസ് നിങ്ങൾ വിട്ടുപോയത്. ഡെബിറ്റ് ക്രെഡിറ്റ് ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് നോക്കുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. സിമ്പിൾ അല്ലേ? എന്തായാലും ഈ കോൺസെപ്റ്റ് വെച്ച് മാക്സിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അഥവാ ഈ കോൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഇത് കാണാതെ പഠിച്ചു പോകുക. കാരണം ഇനി വേറെ രക്ഷയില്ല. കാരണം +1 ഫൈനൽ എക്സാം ആണ്. ഈ ഒരു ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ജേർണൽ എൻട്രിൻ്റെ ക്വസ്റ്റ്യൻസിൽ വരുള്ളൂ. സെറ്റ് അല്ലേ? മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക? ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം അവർക്കും കൂടി ഇത് യൂസ് ആവട്ടെ. അപ്പോൾ മക്കളെ, ഓൾ ദ ബെസ്റ്റ്.